ഷെടാ, ഇവനെന്താ വരുന്നത് കാണാത്തത്? ഹോ, എത്ര സമയമായി ഈ പൊരിവേലത്ത് ഞാൻ കാത്തു നിൽക്കുന്നു. കോളേജ് വിട്ടിട്ട് സമയം കുറേ ആയല്ലോ. നേരത്തും കാലത്തും വീട്ടിലെത്തിയില്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് എന്തായാലും ഇന്ന് ചീത്ത കേൾക്കും. ഇത് കാത്തു കാത്തു പോത്തായ അവസ്ഥയാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹോ, ഇന്നാണെങ്കിൽ നല്ല ചൂടുമുണ്ട്. ഈ വെയിലത്ത് കുത്തിന് എൻ്റെ ഉള്ള നിറവും കൂടെ പോകും. ആകെ ഒരു രക്ഷ ഈ കുട മാത്രം. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഷോ, ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ എടുക്കുന്നില്ലല്ലോ അവന്. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. ട്യൂഷനും കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞതാണ്. വീട്ടിലെങ്ങാൻ അറിഞ്ഞാൽ ഇന്ന് നല്ല രസമുണ്ടാകും. കുറെ സമയമായില്ലേ ഇവിടെ ഇരിക്കുന്നു. ഇനി തിരിച്ചു പോകാം. ഹായ് ബേബി. കുറെ സമയമായോ നീ ഇവിടെ കാത്തിരിക്കുന്നു? അല്ലാതെ പിന്നെ എത്ര സമയമായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നീ ഇതെവിടെയായിരുന്നു? ഹോ, ഒന്നും പറയണ്ട എന്റെ പൊന്നോ, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. നിനക്കറിയാമല്ലോ, ഞാൻ വീട്ടിൽ ആരും അറിയാതാണ് ഇവിടത്തേക്ക് വരുന്നതെന്ന്. ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട ഞാനാ. നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വീട്ടിലെങ്ങാൻ അറിഞ്ഞാൽ എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. എന്റെ പൊന്നോ, പിണങ്ങാതെ നീ. ഞാനിങ്ങ് വന്നല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നീ എപ്പോഴും ഇങ്ങനെയാണ്. നിനക്കൊരു ഉത്തരവാദിത്ത ബോധമില്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല. നിനക്ക് എല്ലാത്തിനും 100 ന്യായീകരണങ്ങളാണ്. അപ്പോഴേക്കും പിണങ്ങിയോ? എന്റെ പൊന്നല്ലേ, പിണങ്ങാതെടി. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഞാൻ നേരത്തെ വന്നോളാം. മതി, ഇനിയൊന്നും പറയണ്ട. സമയം ഒരുപാട് ലേറ്റായി. ഞാൻ പോവുകയാണ്. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാനിപ്പം വന്നല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞ് ഇരിക്കാമെന്ന് ഇവിടെ. അയ്യോ, പറ്റില്ല. നിനക്കറിയാഞ്ഞിട്ടാ. വീട്ടിലത്തെ കുരിപ്പങ്ങാൻ അറിഞ്ഞാലുണ്ടല്ലോ, എല്ലാം കുളമാകും. ആര്, പിങ്കി മോളോ? അതെ, അതെങ്ങനെങ്കിലും എല്ലാം മണത്തറിയും. മമ്മിയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിക്കാം, ടീനയുടെ വീട്ടിൽ പോയതാണെന്നൊക്കെ. പക്ഷേ ആ കുരിപ്പുണ്ടല്ലോ, അതെങ്ങനെങ്കിലും എല്ലാം തെളിയിക്കും. പിന്നെ ആകെ കുഴപ്പമാകും. പിന്നെ ഞാൻ ട്യൂഷനേ വരത്തുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്. പോവാതെടി, കുറച്ച് സമയം ഇവിടെ ഇരിക്കേ. പറ്റില്ല, ഞാൻ പോവുകയാണ്. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇങ്ങനെ പേടിക്കാതെ. പിങ്കി മോളെ നമുക്ക് സോപ്പിടാന്നേ. അവൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അവളുടെ സഹായം നിർബന്ധമാണ്. അതിനവളെ ചാക്കിട്ട് പിടിക്കലേ വഴിയുള്ളൂ. എടാ റാം, അല്ലെങ്കിൽ അവൾക്കൊക്കെ സംശയമാണ്. നീ വിചാരിക്കാതെ പോലെയല്ലേ അവളെ കാന്താരി പൊട്ടാസാണ്, കാന്താരി പൊട്ടാസ്. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ്. ഒരു കാര്യം ചെയ്, നീ ഒരു ദിവസം വരുമ്പോൾ അവളെയും കൂട്ടി വാ. നമുക്ക് സോപ്പിടാമെന്നേ. എന്റെ പൊന്നോ, ഞാനില്ല. എനിക്ക് കുറച്ചു കാലം കൂടെ മനസമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. ആഹാ, ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിന്റെ തീരുമാനം? അതെന്താ, നിന്റെ കൂടെ ഞാൻ വേണ്ടേ ജീവിക്കാൻ? വേണമെന്നേ. അതിനല്ലേ ഞാൻ റിസ്ക് എടുത്ത് ഇത്രയും ദൂരം ഇവിടെ വന്നത്, നിന്നെ ഒരു നേരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നിനക്ക് നാളെ ട്യൂഷൻ ഉണ്ടോ? ഇല്ല, നാളെ ട്യൂഷൻ ഇല്ല. ഇനി അടുത്ത ആഴ്ച മാത്രമേ ഉള്ളൂ. ഹോ, അപ്പൊ ഇനി എങ്ങനെ നിന്നെ കാണും ഞാൻ? ഈ ആഴ്ച എൻ്റെ പൊന്നുമോനെ എന്നെ കാണണ്ട കേട്ടോ. അത് പറ്റില്ല. എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാനേ പറ്റത്തേയില്ല. അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വരും. വീട്ടിലോ? എന്തിനാണെന്നോ? നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. വേണ്ട, അങ്ങനെയൊന്നും വരണ്ട കേട്ടോ. മമ്മി എങ്ങാനും പറഞ്ഞാൽ തല്ലിക്കൊല്ലും രണ്ടുപേരെയും. അറിയട്ടെന്നേ, എന്തായാലും ഇത് എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ അറിയേണ്ടതല്ലേ. എടാ റാം, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് പേടിയാവുന്നുണ്ടോ? പിന്നെ അല്ലാതെ പേടിക്കാതെ നീ എന്തൊക്കെയായി പറയണത്? ഞാൻ സത്യമാണ് പറയുന്നത്. നാളെ എന്തായാലും ഞാൻ നിന്റെ വീട്ടിൽ വരും. എടാ ചതിക്കല്ലേ പ്ലീസ്. നിനക്കങ്ങനെ കാണാൻ കൊതിയാവുമ്പോൾ ഞാൻ എവിടെയെങ്കിലും വന്നോളാം. അല്ലാതെ നീ വീട്ടിൽ വന്ന് വെറുതെ സീനാക്കരുത്. എന്നാ കുറച്ച് സമയം നീ ഇവിടെ ഇരിക്കേ. എടാ പ്ലീസ്, ഒന്ന് വിടടാ. അടുത്ത ആഴ്ച നമുക്ക് നേരത്തോടെ കുറേ സമയം സംസാരിക്കാം. ഇന്ന് കുറേ നേരം വൈകിയില്ലേ, അതുകൊണ്ടാണ്. പ്ലീസ്. ഓക്കെ, എന്നാ നീ എൻ്റെ ബൈക്കിൻ്റെ പുറകിക്കാര്. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പോകുന്ന വഴിക്ക് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാണ്. ഹോ, എൻ്റെ ബൈക്കിൽ കയറാത്തതുപോലെ നീ എപ്പോഴും കയറുന്നതല്ലേ.
എടാ അത് ഇവിടെ നിന്നല്ലോ, ദൂരെ നിന്നല്ലേ. ഇവിടെ നിന്ന് ഞാനില്ല, ആരെങ്കിലും മറിയുന്ന ആളുണ്ടാവും. എനിക്ക് ഐസ്ക്രീമും വേണ്ട. ഐസ്ക്രീം വേണ്ടാന്നോ? നീ തന്നെയാണോ ഈ പറയണത്? നിന്റെ ഫേവറേറ്റ് അല്ലേ ഐസ്ക്രീം? അതെ, പക്ഷെ എനിക്ക് ഇപ്പം വേണ്ട. ഓക്കെ, എന്നാ നീ നാളെ ഐസ്ക്രീം പാർലറിൽ വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഷോ, ഇവൻ എന്തൊക്കെയായി പറയണത്? ഇല്ലടാ, ഞാൻ വരില്ല, മമ്മി അറിയും. ഹോ, ഇങ്ങനെയും ഒരു പേടിക്കൊടലെത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചതിന്റെ ദൈവമേ. ഞാൻ പോവുകയാണ്. നീ ഇങ്ങനെ ഓരോരോ പറഞ്ഞ് എന്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്. ഹേ ലച്ചു, പോവാതെ. ഹേ റാം, കൈ നിവിടെ. ആരെങ്കിലും കാണും, നിന്നോടാ പറഞ്ഞത് കൈ നിവിടാൻ. നീ ഇങ്ങനെ പേടിക്കാതെ ലച്ചു. മതി, ഇനി ഒന്നും പറയണ്ട നീ. ഞാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ പോട്. പക്ഷേ ഇനി നിന്നെ ഞാൻ വിളിക്കത്തുമില്ല, നിന്നോട് ഞാൻ അനങ്ങത്തുമില്ല. റാം, നീ എന്നിങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ. നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഞാൻ ഈ പൊരി വെയിലത്ത് നിന്നെയും കാത്ത് ഇവിടെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നത്? നിനക്കേ എന്നോടാണ് സ്നേഹമില്ലാത്തത്. ഇപ്പം എനിക്കൊക്കെ മനസ്സിലായി. ഇനി നിന്നോട് കൂട്ടില്ല ഞാൻ. ഇനി നീ എന്നെ കാണുകയും ചെയ്യണ്ട, എന്നോട് മിണ്ടുകയും ചെയ്യണ്ട. ഞാൻ പോവുകയാണ്. നിനക്കൊക്കെ തമാശയാണ്. ഇനിങ്ങ നീ എന്നോട് കൂട്ടുകൂടാൻ വാ. ഹേ ലച്ചു, പിണങ്ങാതെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ പിണങ്ങി പോവാതെ. വേണ്ട വേണ്ട വേണ്ട, നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. എനിക്കിത് തന്നെ വേണം. നോക്കിക്കോ, ഇനി ഒരു ദിവസം പോലും നീ വിളിച്ചാൽ ഞാൻ വരില്ല. ഷോ, അവള് പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി 2 ദിവസത്തേക്കല്ലേ എന്തായാലും അവൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. വേണ്ടായിരുന്നു, വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഇന്ന് എന്തായാലും അവളുടെ വീട്ടിലൊന്ന് പോകണം. എന്നിട്ട് വേണം പിങ്കി മോളെ സോപ്പിട്ട് കയ്യിൽ പിടിക്കാൻ. പിങ്കി മോൾ എൻ്റെ ഭാഗത്തായാൽ പിന്നെ ലച്ചുവിൻ്റെ പിണക്കം മാറാൻ ഈസിയാണ്. അതുമാത്രമല്ല, ലച്ചുവിനെ കാണാനും സംസാരിക്കുവാനുമുള്ള അവസരം കൂടുതൽ കിട്ടും. എന്താണ് അതിനൊരു വഴിയുള്ളത്? എന്തായാലും അവൾ പാർക്കിലേക്കോ ബീച്ചിലേക്കോ വിളിച്ചാൽ വരില്ല. പിന്നെ എന്താണൊരു വഴി? ഒരു ഐഡിയ ഉണ്ട്. ലച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ പിങ്കി മോളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഡയറി മിൽക്ക് എന്ന്. ഇന്ന് പോകുമ്പോൾ കുറച്ച് ഡയറി മിൽക്കും വാങ്ങിച്ചിട്ട് പോകാം. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും അപ്പോൾ? എന്തായാലും ലച്ചുവിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് മെല്ലെ അവളെ എന്തായാലും സൈഡാക്കണം. ഷോ, എന്നാലും ലച്ചു പിണങ്ങണ്ടായിരുന്നു. പാവം, എന്നെയും കാത്ത് എത്ര സമയമായി ഈ വെയിലത്ത് നിന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. റിങ് ആവുന്നുണ്ട്, എടുക്കുന്നില്ലല്ലോ. ഇത് പണി പാളിയത് തന്നെ. കുറച്ച് മെനക്കെടേണ്ടി വരും എന്തായാലും. ഹോ, ഈ പ്രേമിക്കുമ്പോഴുണ്ടാകുന്ന ഓരോരോ അവസ്ഥകളെ. ഷെടാ, ഇത്രയും സമയമായിട്ടും അവൾ എന്നെ ഒന്ന് വിളിച്ചു പോലും നോക്കിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. അവളുടെ വീട് വരെ ഒന്ന് പോയാലോ? ഇനിയെങ്ങാനും കളി കാര്യമാവുമോ? എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്താണെങ്കിലും ഒന്നും കൂടെ വിളിച്ചു നോക്കാം. റിങ് ആവുന്നുണ്ടല്ലോ. ഹോ, എടുക്ക്, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ലച്ചു, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇവൻ എന്നെ വിളിക്കുന്നത്? ഇനി എന്തെങ്കിലും അർജന്റ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്റെ പിണക്കം മാറ്റാൻ വേണ്ടി വിളിക്കുന്നതാണോ? ഫോൺ എടുത്താൽ അവനോട് അനങ്ങേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്താണെങ്കിലും ഇപ്പം എടുക്കണ്ട. ഫോൺ എടുത്താലേ അവനോട് എനിക്കൊരു ദേഷ്യമില്ലാന്ന് വിചാരിക്കും. എന്നെ സങ്കടപ്പെടുത്തിയതിന് കുറച്ച് അനുഭവിക്കട്ടെ. ഷോ, നാശം, ഫോൺ എടുക്കുന്നില്ലല്ലോ. റിങ് ആവുന്നുണ്ട്. ലച്ചു, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ഷോ, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടി ലച്ചു ചേച്ചി, കുറെ സമയമായല്ലോ നിന്റെ ഫോൺ റിങ് ആവുന്നു. എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അതാരാ വിളിക്കണത്? അത് പിന്നെ അതെന്റെ ഫ്രണ്ട് വിളിക്കുന്നതാണ്. ഫ്രണ്ടോ? ഫ്രണ്ട് വിളിച്ചിട്ടാ നീ ഫോൺ എടുക്കാത്തത്? അത് ടീന വിളിക്കുന്നതാണ്. ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനെന്താ? ഫോൺ അതാ റിങ് ആവുന്നു. ആ കോൾ ഇപ്പൊ എടുക്കണ്ട. കോൾ എടുക്കണ്ടാണെന്നോ? എന്തോ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല ടീന ചേച്ചി വിളിക്കുന്നത്. ഒന്ന് എടുത്തു നോക്ക് എന്തിനാ വിളിക്കുന്നതെന്ന്. നീ പീക്കിരി, നീ നിന്റെ കാര്യം നോക്കിപ്പോട്. എന്റെ ഫോൺ എടുക്കാനേ എനിക്കറിയാം.
കൂത്ത് വെറുതെ ദേഷ്യം പിടിക്കുന്നോ? അപ്പൊ അതിലെന്തോ ഉണ്ട്. എന്താണെങ്കിലും സത്യം പറ, ആരാ വിളിക്കണത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പം മമ്മിയെ വിളിക്കും. ഹോ നാശം, ഇവനെന്തിനായി വിളിച്ചമ്മ തന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നത്? നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഇല്ല, പോകില്ല. ആരാ വിളിക്കുന്നതെന്ന് അറിയാതെ ഞാൻ പോകില്ല. നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞത് ടീമിയാ വിളിക്കുന്നതെന്ന്. പിന്നെന്താ നീ ഫോൺ എടുക്കാത്തത്? അത് ഞാനും അവളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അതുകൊണ്ട് എനിക്ക് ഇന്ന് അവളോട് സംസാരിക്കാൻ മൂടില്ല. അതാണ് ഞാൻ ഫോൺ എടുക്കാതെ, അല്ലാതെ വേറൊന്നുമല്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ കാണിച്ച ടീനെ വിളിക്കുന്നത്. നീ അങ്ങ് പോയി മമ്മിയുടെ ഫോൺ എടുത്തു നോക്ക്. എൻ്റെ ഫോൺ ഞാൻ ആർക്കും തരില്ല. കിന്നാരം ചോദിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹോ, എന്നോട് തട്ടിക്കാരൻ വന്നിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തോ കാര്യമുണ്ട്. ആരാടി വിളിക്കുന്നത്? ദേ പീക്കിരി, എന്നെക്കാരി എടി പൊടി എന്നൊക്കെ വിളിക്കുന്നോ? ഞാൻ നിന്റെ എത്ര വയസ്സിന് മൂത്തതാണ്? നീ എന്നെ എടി പൊടി എന്ന് വിളിച്ച് ഞാനിപ്പം മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ഹോ, മമ്മിയെ എൻ്റെ പൊന്നുമോളെ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. നിന്നെ ആരാ വിളിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇനിയും എടി പൊടി എന്നൊക്കെ വിളിക്കും. അത് മാത്രമല്ല, ഞാനിപ്പോൾ മമ്മിയെ വിളിച്ചിട്ട് മമ്മിയോടൊക്കെ പറഞ്ഞു കൊടുക്കും. നീ എന്ത് പറഞ്ഞു കൊടുക്കുന്നാ പറഞ്ഞത്? അതിന് മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? എൻ്റെ ഫോൺ ഒന്ന് റിങ്ങായി, ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല. അത്രയല്ലേ ഉള്ളൂ. അതെ അതെ, അത്രയേ ഉള്ളൂ. ഏത് സമയം നോക്കിയാലും ഫോണും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന നീ ആ ടീന ചേച്ചി എപ്പോഴും വിളിക്കുന്നതല്ലേ? അപ്പോഴൊക്കെ നീ കോൾ അറ്റൻഡ് ചെയ്യാറില്ലേ? ഇപ്പം എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അതാണ് എനിക്കറിയേണ്ടത്. നീ ആരാ വല്ല CBI-യോ? നീ പോയി കുറ്റം തെളിയിക്ക്. നാശം, ഇവനാണെങ്കിൽ വിളിച്ചേമ്മ തന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നു. ആഹാ, ഇതിന്റെ ടീനയുടെ പേര് റാമെന്നാക്കി മാറ്റിയോ? റാമെന്ന ആളെന്നല്ലോ വിളിക്കുന്നത്. അത് പിന്നെ അത് ഞാൻ അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് വേറെ ആർദോ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. ഓഹോ, അപ്പൊ വേറെ ആർദോ നമ്പർ എന്റെ പൊന്നുമുളകിനെ സേവ് ആക്കി. അത് പിന്നെ കിടന്നുരുളണ്ട, എനിക്കൊക്കെ മനസ്സിലായി. ആരാടി റാം? ഇപ്പൊ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനിപ്പോ മമ്മിയും പപ്പയും വിളിക്കും. അത് പിന്നെ എന്റെ പൊന്നുമോളെ നീ സീനാക്കല്ലേ. അതെനിക്ക് പരിചയമുള്ള ഒരാളാണ്. പരിചയമുള്ള ആളോ? ആരാണെന്ന് പറ. അതെ അതെ, അതെന്റെ കൂടെ കോളേജിൽ പഠിച്ചതായിരുന്നു. എന്റെ സീനിയറാണ്. ഓക്കെ, നിന്റെ സീനിയറാണ്, സമ്മതിച്ചു. അവനതിനിപ്പൊ നിന്നെ വിളിക്കുന്നത്? അത് പിന്നെ എന്റെ പൊന്നുമോളല്ലേ, നീ ആരോടും പറയരുത്. ഞാനും റാമും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്ത് ഇഷ്ടത്തിലാണെന്നോ? മമ്മി മമ്മി, അയ്യോ അയ്യോ, നീ സീനാക്കല്ലേ. ഞാനിപ്പോ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. മമ്മി മമ്മി, എന്റെ പൊന്നുമോളല്ലേ, ചേച്ചിയുടെ മുത്തല്ലേ, പറയല്ലേ പ്ലീസ് പ്ലീസ്. നീ എങ്ങാൻ പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എനിക്ക് വേറെ ആരുമില്ലല്ലോ. നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. എത്ര കാലമായിട്ടുള്ള ബന്ധമാണിത്? കുറച്ചായി. കുറച്ചെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1-2 വർഷമായി. എന്റെ ദൈവമേ, 1-2 വർഷമോ? എന്നിട്ട് ഇത്രയും കാലം ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഹോസ്റ്റലല്ലേ ഉണ്ടാവാറ്. അതാണ് നീ ഒന്നും അറിയാതിരുന്നത്. എനിക്കൊക്കെ ഇപ്പൊ പിടികിട്ടി. നീയേ ഹോസ്റ്റൽ പോയപ്പോൾ ഇതാണല്ലേ നിന്റെ പരിപാടി. ഞാനൊക്കെ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. പൊന്നല്ലേ, ഒന്നും പറയല്ലേ നീ. നിന്നെയും കൂട്ടി ഞാൻ നാളെ ഐസ്ക്രീം പാർലറിൽ പോകാം. അവിടെ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, ഷോപ്പിംഗ് ഒന്നും വേണ്ട. നീ കുറെ കാലമായി എന്നെ പറഞ്ഞ് പറ്റിക്കുന്നു ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇതുവരെ നീ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അതുപോലെയല്ല ഇത്. തീർച്ചയായിട്ടും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. പക്ഷെ നീ ഒന്നും ആരോടും പറയരുത്. ഉറപ്പാണോ? പറഞ്ഞു പറ്റിക്കോ? ഹേ ഇല്ലില്ലില്ല, എന്തായാലും വാങ്ങിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം തൽക്കാലം ഞാൻ മമ്മിയോട് പറയുന്നില്ല. ഇനി എങ്ങാനും എന്നെ പറഞ്ഞ് പറ്റിച്ചാൽ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പായിട്ടും പറ്റിക്കില്ലാന്നേ, നീ എൻ്റെ മുത്തല്ലേ. പിന്നെ ഒരു സംശയം. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. പിന്നെന്താ നീ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അത് ഞങ്ങളിന്ന് ചെറുതായിട്ടൊന്ന് പിണങ്ങി, അതുകൊണ്ടാണ്. ഹോ, അപ്പം ഒരു കാര്യം ചെയ്യാം. നീ നിന്റെ റാമിനെയും കൂട്ടിയിട്ട് നാളെ ഐസ്ക്രീം പാർലറിൽ വന്നാൽ മതി. എനിക്കും പരിചയപ്പെടാലോ. ഓക്കെ, സൂപ്പർ. അപ്പം നാളെ ഐസ്ക്രീം പാർലർ.